അപ്പൊ നമ്മളൊരു കാഞ്ചീപുരം യാത്രേന്റെ കഥ പറയട്ടെ. പുലർച്ചെ 3 മണിക്കാണ് നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ട്രെയിൻ. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കറക്റ്റ് സമയത്ത് എടുക്കുന്ന നമ്മൾ കരുതിയത്. അവിടെ എത്തിയപ്പോഴാണ് 1 മണിക്കൂർ അത് ഡിലേ ആണ്. മുന്നേ പ്ലാൻ ചെയ്ത യാത്ര അല്ലാത്തോണ്ടേ സ്ലീപ്പർ ടിക്കറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും പോവാന്ന് കരുതി. ഞങ്ങളൊരു 4 ആളാണ് പോണത്. ഇന്ന് 2 ദിവസം ഒഴിവായതുകൊണ്ട് തന്നെ ഞാനും പോവാന്ന് കരുതി കേട്ടോ. ഒരുപാട് നേരം അവിടെ തന്നെ കാത്തിരുന്നു. ഞാൻ ഇതുവരെയായിട്ടും കാഞ്ചീപുരം പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ഇനി എന്തിനാണ് പോണതെന്നൊക്കെ അല്ലേ, അത് ഈ വീഡിയോ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പുലർച്ചെ ഒരു 4 മണി കഴിഞ്ഞ സമയത്ത് നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ. എന്തായാലും കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി. പിന്നെ ഉറങ്ങി കണ്ണ് തുറക്കണത് നമ്മുടെ കോയമ്പത്തൂർ എത്തിയപ്പോഴാണ്. ഇനി ഈ വണ്ടി ചെന്നൈയിൽ എത്തുന്നത് ഇന്ന് വൈകിട്ട് ഒരു 3:30 ആകുമ്പോഴായിരിക്കും. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. ഫുള്ള് കൂളായിട്ട് നമ്മൾ അവിടെ ഇരുന്നു. രാവിലേക്കുള്ള ഭക്ഷണം നമ്മുടെ മാതാശ്രീ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും ചപ്പാത്തിയൊക്കെ കൊണ്ടാട്ടോ നമ്മളെ യാത്ര. ഈ രാവിലെ തന്നെ ചിക്കൻ കഴിക്കണതിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷെ ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല. എന്തായാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണേ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേഷനും കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും കൊണ്ടുതരുമോ? എന്തായാലും ഓർഡർ കൺഫേം ആയിട്ടുണ്ടേ. സ്വിഗ്ഗിക്കാരൻ നമ്മളെ ചതിച്ചില്ല. കറക്റ്റ് സ്റ്റേഷൻ എത്തിയപ്പോൾ ആള് വന്ന് കൊണ്ടു തന്നു. നല്ല ഫ്രൈഡ് റൈസ് ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഭക്ഷണം കൊള്ളായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സ്വിഗ്ഗി നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയട്ടെ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാഞ്ചീപുരത്തേക്കാണ് പോണതെന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടെ. കാഞ്ചീപുരത്തിനുള്ളവരെ അവരാണ് പിന്നെ നമ്മളെ മുന്നോട്ട് നയിച്ചത്. അവർ നമ്മളൊപ്പം കട്ടയ്ക്കൊപ്പം നിന്നു കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് കാഞ്ചീപുരത്തേക്ക് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടേ അരക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം, എന്നിട്ട് വേണം പോവാൻ. അവിടുത്തെ ഒരു ഷെയർ ഓട്ടോയിൽ കൊണ്ടുപോകൽ നോക്കി 8 ആൾക്കാരൊക്കെയാണ് പോണത്. അപ്പോഴാണ് ഓല് വരണതേ 15 ആൾ വരെ പോകുന്നത്. എന്തായാലും കാഞ്ചീപുരത്തേക്ക് കുറെ നോക്കി അവസാനം ബസ്സൊന്നും കിട്ടിയില്ല. വീണ്ടും നമ്മൾ ഓട്ടോറിക്ഷ എടുത്ത് പോകേണ്ടി വന്നു കേട്ടോ. പോണ വഴിക്ക് നല്ല രസമാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം കാഞ്ചീപുരത്ത് അവസാനം എത്തി. പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറിട്ടോ. അപ്പോഴേക്കും അവിടെ ഓരോ പരിപാടിയൊക്കെ തുടങ്ങി. നല്ല രസമാണ്. അവിടുത്തെ ഓരോരോ ഫോക്കുലോർ ഫെസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ കണ്ടു നിന്ന സമയത്ത് ഒരു ഭക്ഷണമൊക്കെ തന്നു. അതും ഞാൻ കഴിക്കേണ്ടായിട്ടോ. നല്ല രസമായി. അടുത്ത പാർട്ടിലാട്ടോ യഥാർത്ഥ കഥ സംഭവിക്കണത്. അപ്പൊ കാണാം. ബായ്.